മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള വീടിന്റെ ചിലവിനെ ചൊല്ലി വിവാദം തുടരുകയാണ്. വീടിന് 30 ലക്ഷം രൂപ ചിലവ് വരില്ലെന്ന് എൽസിൻ എസ്റ്റേറ്റിൽ നിർമ്മിച്ച വീട് ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണം. എൽസിൻ എസ്റ്റേറ്റിലെ മാതൃകാ ഭവനത്തിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. ഞാൻ നിൽക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിന് മുന്നിലുള്ള ആ വീടിന് മുന്നിലാണ്, മാതൃകാ വീടിന് മുന്നിലാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ മാതൃകാ വീട് തുറന്ന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇത് കാണാൻ വേണ്ടിയും മറ്റും ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ദുരന്തബാധിതർ, ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം തന്നെ എത്തുന്നുണ്ട്. ഈ വീടിന് 30 ലക്ഷം രൂപയായി എന്നുള്ള തരത്തിലാണ് പ്രചാരണം നടക്കുന്നത്. അത്ര തുക ഇതിനകത്ത് വരില്ല എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമാണ് പൊതുവെ ഉയർന്നു വരുന്നത്. പ്രതിപക്ഷത്തെ പലരും ആ വിഷയം എടുത്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്നുള്ള ഒരു വിവാദമാണിത്. എന്താണ് ഈ വിവാദത്തിന്റെ സാങ്കത്യം എന്നുൾപ്പെടെ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ നമ്മൾ വിളിച്ചു വരുത്തിയത്. മനോജ് JMJ ഈ ഇവിടുത്തെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ്. എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്, ഇവർക്ക് പറയാനുള്ളത്, ദുരന്തബാധിതർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. 30 ലക്ഷം എന്ന് പറയുന്നതിന് അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ്. ഡിവൈഎഫ്ഐ 20 കോടിയാണ് കൊടുത്തുള്ളത് 100 വീടിന്. കർണാടക സർക്കാർ 20 കോടിയാണ് കൊടുത്തുള്ളത് 100 വീടിന്. അപ്പോൾ 20 ലക്ഷമായിട്ടാണ് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റുക. ഏറ്റവും അടിയിലേക്ക് താഴ്ത്തി അവിടെ വലിയ രീതിയിൽ ഫൂട്ടിങ് നടത്തി വലിയ വീതിയിലുള്ള 90 സെന്റിമീറ്റർ ഉൾപ്പെടെ വീതിയിലുള്ള പില്ലറുകൾ വെച്ച് അത് അത്തരം 9 കോളങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ വെച്ച് പ്ലിന്ത് ബീമും അതേപോലെ സൈസിൽ വെച്ച് ഭൂമി കുലുങ്ങിയാൽ പോലും തകരാത്ത രീതിയിലുള്ളൊരു മാതൃകയിലൊരു വീട് ആണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീടും ഇതിന് ചുറ്റുമതിലും ഗേറ്റ് ഉൾപ്പെടെ ഇന്റർലോക്ക് ഉൾപ്പെടെ ഈ 20 ലക്ഷത്തിന് ഇത് ധാരാളമാണെന്ന് എനിക്ക് എൻ്റെ ഒരു വിലയിരുത്തൽ. ഞാൻ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കുറേ വർഷങ്ങളായിട്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ 20 ലക്ഷം ഇത് കൂടുതലല്ല. പിന്നെ വേറെ ഒരു വീട് ഒരു സംഘടന ചെയ്തു കൊടുത്ത് അതും അതിലൊരു 15 ലക്ഷം രൂപയ്ക്ക് തീർത്തു എന്ന് പറഞ്ഞിട്ട് അതും ഈ വീടും വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ചർച്ച വല്ലാതെ നടക്കുന്നത്. അപ്പോൾ ആ വീട്ടിൽ ഇത്തരം രീതിയിൽ ഇപ്പം ഞാൻ തന്നെ ഫേസ്ബുക്കിൽ അതിനൊരു മറുപടിയായിട്ടൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ പില്ലറുകളും ബീമുകളും ഈ 1000 സ്ക്വയർ ഫീറ്റിൽ ഇന്റീരിയർ ഉൾപ്പെടെ 1000 സ്ക്വയർ ഫീറ്റ് ചുറ്റുമതിലും ഗേറ്റും ഇന്റർലോക്കും ഉൾപ്പെടെ ആ വീട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന വീട് ഞാൻ ഫ്രീ ആയി കൊടുക്കാമെന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. വെല്ലുവിളി ഇതുവരെ ആ ആളുകൾ സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ ഈ വീട് കണ്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? പൊതുവാഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്വപ്നമാണ് ഇങ്ങനത്തെ ഒരു വീട് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ദുരിതബാധനാണ്, നല്ലൊരു പദ്ധതിയായിട്ടാണ് എനിക്ക് കണക്കാൻ കഴിയുന്നത്. പിന്നെ കുറച്ച് കുറവുണ്ട്, ബർത്തിൻ്റെ ഒരു കുറവുണ്ട്, പിന്നെ പഠന റൂമിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അതൊക്കെ ഒരു 3 ബെഡ്റൂം വേണമെന്നുള്ളൊരു വലിയ കുടുംബം, ഞാൻ 6 ആളുകളുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ ഒരു 3 ബെഡ്റൂം വേണമെന്നുള്ളൊരു അഭിപ്രായം എൻ്റെ ഇരിക്കുന്നുണ്ട്. വേറൊക്കെ നല്ല വീട്, നല്ല ഉഷാറ് പരിപാടി തന്നെയാണ് ഗവൺമെന്റ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ചെറിയ പരാതികളുണ്ട്. ആ പരാതികൾ ഈ നിർമ്മാണ കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിയെ അറിയിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വിവാദത്തിൽ വിശദീകരണവുമായി റവന്യൂ മന്ത്രി കെ രാജനും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയും രംഗത്തെത്തി. ആദ്യഘട്ടത്തിൽ ആകാശമാർഗം നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് 30 ലക്ഷം എന്ന എസ്റ്റിമേറ്റ് വന്നതെന്നാണ് മന്ത്രി കെ രാജന്റെ പ്രതികരണം. കേരളത്തിലെ ഗവൺമെന്റിനെതിരായി ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നവർ യഥാർത്ഥത്തിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തുന്ന ആരോപണങ്ങളാണ്. അവർ പറയാൻ തയ്യാറാകണം. മുകളിൽ കാണുന്നത് 15 ലക്ഷം രൂപയുടെ വീട്, താഴെ കാണുന്നത് 30 ലക്ഷം രൂപയുടെ വീട്. അവസാനം 15 ലക്ഷം രൂപയുടെ വീട് ഉണ്ടാക്കി കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന സ്പോൺസർമാർ പറഞ്ഞു. അതിനുള്ള തുക 15 ലക്ഷമല്ല, എത്രയാണെന്ന് വെളിപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആരുടെ നേരെയാണ് ഈ ആരോപണം? യഥാർത്ഥത്തിൽ ഈ ആരോപണം ഉന്നയിക്കുന്നവർ സ്വന്തം പേര് പറഞ്ഞോ, ആധികാരികമായി ഞങ്ങളാണെന്ന് പ്രഖ്യാപിച്ചോ, ഞങ്ങൾ ഇന്നവരാണെന്ന് പ്രഖ്യാപിച്ചോ ആധികാരികമായിട്ട് ഈ ആരോപണം ഉന്നയിക്കാനുള്ള ധൈര്യമുണ്ടോ? വീടിന് 30 ലക്ഷം രൂപ എന്ന തുക ഇതുവരെ ഊരാളുങ്കലിനോട് സർക്കാർ പറഞ്ഞിട്ടില്ലെന്ന് CEO അരുൺ ബാബു 24-നോട് പറഞ്ഞു. 30 ലക്ഷത്തിനെ കുറിച്ച് കമന്റ് പറയാൻ ഞാൻ ആളല്ല. ULCCSന് ഈ പ്രോജക്റ്റ് കിട്ടിയത് ഗവൺമെൻറ് ഒരു AS പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജിയോ അടക്കം 351 കോടിയുടെ പ്രോജക്റ്റാണ്. 299 കോടിയിലാണ് ഫൈനൽ നെഗോസിയേഷൻ അടക്കം കഴിഞ്ഞിട്ട് വന്നേക്കുന്നത്. 299 കോടിയാണ്. അതിനകത്ത് 18% GSTയും കൂടെ ചേർത്തിട്ടുള്ളതാണ്. ദുരന്തബാധിതരുടെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയും നിർമ്മാണ കരാറുകാരനുമായ ഷാജിമോൻ ചുരൽമലയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വിവാദത്തിന്റെ തുടക്കം. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. നീതൂസ് അക്കാദമി നിർമ്മിച്ചു നൽകിയ വീടിന് 15 ലക്ഷം രൂപ മാത്രമാണ് ആയതെന്ന് ചൂണ്ടിക്കാട്ടിയും പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രചാരണത്തെ നീതൂസ് അക്കാദമി തന്നെ തള്ളി.